Vivo T2x 5G എന്ന ഈ ഒരു ഫോണിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള സുഖത്തിന് വേണ്ടി ഓരോ ഏരിയയും പാർട്ടായിട്ട് തിരിച്ചുകൊണ്ടുള്ള റിവ്യൂ ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് ഡിസൈൻ, ഡിസ്പ്ലേ, പെർഫോമൻസ്, ബാറ്ററി, ക്യാമറ, ഫൈനൽ ഒപ്പീനിയൻ, ഇങ്ങനെ 6 പാർട്ടുകളായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഏരിയ മാത്രം അറിഞ്ഞാൽ മതി, ഈ വീഡിയോ ഫുള്ള് കാണാനുള്ള ടൈമില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഇതിൻ്റെ ടൈം ലൈൻ കൊടുക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സ്പെസിഫിക് ഏരിയ മാത്രം കാണാവുന്നതാണ്. നിങ്ങളങ്ങനെ കണ്ടുകൊണ്ട് നിർത്തി പോവുകയാണ് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമുക്കിതിൻ്റെ പെട്ടെന്നുള്ളൊരു അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. സെക്യൂർ പാക്കേജിങ് എന്നും പറഞ്ഞ് ഒരു ഉളുപ്പമില്ലാതെ 50 രൂപ കൂടുതൽ വാങ്ങിച്ചിട്ട് നമുക്ക് ഫ്ലിപ്കാർട്ട് തന്ന ഒരു ബോക്സാണ് ഗൈസ് ഈ കാണുന്നത്. ഈ ഒരു ബോക്സിലാണ് ഫോൺ വരുന്നത്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ തന്നെ ഫോൺ കാണാം. കൂടെ ഒരു ട്രാൻസ്പെറൻറ്റ് പൗച്ച് വരുന്നുണ്ട്. 2 യൂസർ ഗൈഡുകൾ വരുന്നുണ്ട്. 18 വാട്ടിൻ്റെ ഒരു ചാർജിങ് ബ്രിക്ക് വരുന്നുണ്ട്. സിം ഇജക്ടർ പിന്ന് വരുന്നുണ്ട്. ടൈപ്പ് സി ചാർജിങ് കേബിൾ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫോണിൻ്റെ കൂടെ വരുന്നത്. 4GB, 6GB, 8GB ഇങ്ങനെ 3 റാം വേരിയൻറ്റുകളിലായിട്ടാണ് ഫോൺ വരുന്നത്. 3 വേരിയൻറ്റുകളിലും 128GB സ്റ്റോറേജ് തന്നെയാണ് വന്നിരിക്കുന്നത്. 4GB റാമിന് വരുന്നത് 12,000 രൂപ, 6GB റാമിന് വരുന്നത് 13,000 രൂപ, 8GB റാമിന് വരുന്നത് 15,000 രൂപ. ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഡിസൈൻ ഒന്ന് ചെക്ക് ചെയ്യാം. ഡിസൈൻ നോക്കുകയാണെങ്കിൽ സ്ക്വയർ ടൈപ്പ് ഡിസൈനാണ് വന്നിട്ടുള്ളത്. സാധാരണ ഇപ്പോൾ ഇറങ്ങാറുള്ള 90% ഫോൺസ് എടുത്ത് നോക്കിയാലും സ്ക്വയർ ഡിസൈൻ തന്നെയാണ് വരാറുള്ളത്. പ്ലാസ്റ്റിക് ബോഡിയാണ് വന്നിട്ടുള്ളത്. പ്ലാസ്റ്റിക് ബോഡി വിത്ത് മാറ്റ് ഫിനിഷിലാണ് വന്നിട്ടുള്ളത്. ക്യാമറയുടെ ഏരിയ മാത്രം ഗ്ലോസി ഫിനിഷിങ് വന്നിട്ടുണ്ട്. വലിയ റൗണ്ടിലുള്ള ക്യാമറ ഡിസൈനാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ അടുത്തായിട്ട് സിംഗിൾ ലൈറ്റ് LED ഫ്ലാഷ് വന്നിട്ടുണ്ട്. 3 കളറുകളിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. ഇത് വന്നിട്ട് ഒറോറ ഗോൾഡ് എന്ന കളറാണ്. ഇതുകൂടാതെ ഗ്ലിമ്മർ ബ്ലാക്ക്, മറൈൻ ബ്ലൂ എന്നിങ്ങനെ വേറെയും 2 കളറുകളിൽ ഫോൺ അവൈലബിൾ ആണ്. 8.2 mm ആണ് ഫോണിൻ്റെ തിക്നെസ് വരുന്നത്. വെയിറ്റ് വന്നിട്ട് 184 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. വെയിറ്റ് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണെന്ന് പറയാം. കാരണം ഇത് പ്ലാസ്റ്റിക് ബോഡി ആയതുകൊണ്ട് തന്നെ 5000 mAh ബാറ്ററി വരുന്നുണ്ട്. അപ്പോൾ 5000 mAh വരുമ്പോൾ പ്ലാസ്റ്റിക് ബോഡി അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ് ഉണ്ടാകുമായിരുന്നു. പ്ലാസ്റ്റിക് ബോഡി ആയതുകൊണ്ട് 184 ഗ്രാം മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ. ഫിംഗർ പ്രിൻറ്റും ചളിയൊക്കെ പറ്റി പിടിക്കാത്ത രീതിയിലുള്ള ഒരു നല്ലൊരു ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത്. സ്ക്രീൻ ഗാർഡ് അപ്ലൈ ചെയ്തിട്ടാണ് ഫോൺ വരുന്നത്. നോർമൽ സ്ക്രീൻ ഗാർഡ് ആയിരിക്കും, ഗ്ലാസ് അല്ല. ഫോണിൻ്റെ വലതു ഭാഗത്തായിട്ട് ഫിംഗർ പ്രിൻറ്റ് പ്ലസ് പവർ ബട്ടൺ വരുന്നുണ്ട്. അതിന് മുകൾ ഭാഗത്തായിട്ട് വോളിയം ബട്ടൺസ് വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡ് ഫുള്ളി ഫ്രീ ആണ്, ഒന്നും തന്നെ വന്നിട്ടില്ല. ടോപ്പ് സൈഡിലായിട്ടാണ് സിം ട്രേ ഏരിയ വന്നിട്ടുള്ളത്. ഇതും സാധാരണ ലെഫ്റ്റ് സൈഡിൽ വരാറുള്ളതാണ്. ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. അതിനടുത്തായിട്ട് സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്രോഫോൺ വരുന്നത്. താഴെ ഭാഗത്തായിട്ട് 3.5 mm ഓഡിയോ ജാക്ക്, മൈക്ക് ഹോള്, ടൈപ്പ് സി ചാർജിങ് പോർട്ട്, സ്പീക്കർ ഗ്രില്ല്, ഇത്രയും കാര്യങ്ങളാണ് താഴെ ഭാഗത്തായിട്ട് വരുന്നത്. നല്ലൊരു ഡിസൈൻ തന്നെയാണ്. കൂടെ ഒരു പൗച്ച് വരുന്നുണ്ട്. നോർമൽ പൗച്ചാണ്. നമ്മളിത് കുറച്ച് കാലം യൂസ് ചെയ്യുമ്പോഴേക്ക് മഞ്ഞ കളറായി മാറും. അതുകൊണ്ട് പൗച്ച് സെപ്പറേറ്റ് വേറെ വാങ്ങി യൂസ് ചെയ്യേണ്ടി വരും. ഇത് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കേസ് ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഡിസൈൻ വൈസ് പറയാനുള്ളത്. ഡിസൈൻ വൈസ് ഓക്കെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന നല്ലൊരു ഡിസൈൻ തന്നെ വന്നിട്ടുണ്ട്. ഒരു പ്രശ്നം നമുക്ക് ഡിസൈൻ്റെ ഭാഗത്ത് പറയാനില്ല. ഡിസൈൻ നമുക്കിങ്ങനെ സൺലൈറ്റിൻ്റെ നേരമൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ പല രീതിയിലുള്ള റിഫ്ലക്ഷൻസ് വരുന്നുണ്ട്. ഈവൻ മഴവിൽ വരെ ഇതിൽ വരുന്നുണ്ട്. നല്ലൊരു ഡിസൈൻ തന്നെയാണ്. ഈ ഡിസൈൻ്റെ ഭാഗത്തൊന്നും പറയാനില്ല. അടുത്തതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഡിസ്പ്ലേ വന്നിട്ട് 6.58 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 2408x1080 പിക്സൽ റെസൊല്യൂഷൻ വരുന്നത്. 401 പിക്സൽ പെർ ഇഞ്ച് വരുന്നുണ്ട്. 60 Hz ആണ് റിഫ്രഷ് റേറ്റ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അക്സെപ്റ്റബിൾ ചെയ്യാവുന്ന ഒരു ഡിസ്പ്ലേ തന്നെയാണ് വന്നിട്ടുള്ളത്. ഡിസ്പ്ലേ ക്വാളിറ്റിയും കളർ റീപ്രൊഡക്ഷനും സൺലൈറ്റ് വിസിബിലിറ്റിയും ഒക്കെ ഓക്കെ തന്നെയാണ്. ഞാനിപ്പോൾ സൺലൈറ്റിലാണ് ഈ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിസിബിലിറ്റി നിങ്ങൾക്ക് തന്നെ കണ്ടു മനസ്സിലാക്കാം. വിസിബിലിറ്റിയുടെ കാര്യത്തിലൊന്നും ഒരു പ്രശ്നവും പറയാനില്ല. LCD ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ നോച്ചാണ് വന്നിട്ടുള്ളത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ചില കമ്പനികൾ നമുക്ക് പഞ്ച് ഹോൾ തരാറുണ്ട്. ഇതിൽ വന്നിട്ട് നോച്ചാണ് വന്നിട്ടുള്ളത്. അത് തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഒന്നും നമുക്ക് യൂസിങ്ങിൽ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. എന്നിരുന്നാലും നോച്ചാണ് വന്നിട്ടുള്ളത് എന്ന് ശ്രദ്ധിക്കുക. ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള ഒരു നോച്ചിനാണ് വന്നിട്ടുള്ളത്. പിന്നെ റിഫ്രഷ് റേറ്റ് നോക്കുകയാണെങ്കിൽ 60 Hz ആണ്. അതൊരു ബേസിക് റിഫ്രഷ് റേറ്റ് ആണെന്ന് പറയാം. ഒരു 90 Hz ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ ഒന്നുകൂടി നന്നായിരുന്നു. എന്നിരുന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് അക്സെപ്റ്റബിൾ ചെയ്യാവുന്ന ഒരു റിഫ്രഷ് റേറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. ബസൽസ് നോക്കുകയാണെങ്കിൽ താഴ്ഭാഗം കുറച്ച് വലിയ ബസലാണ് വന്നിട്ടുള്ളത്. ബാക്കി 3 ഏരിയാസും അത്യാവശ്യം ചെറിയ ബസൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഓവറോൾ ഡിസ്പ്ലേ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അക്സെപ്റ്റബിൾ ആണ്. കാരണം അതിൽ നമുക്ക് വലിയൊരു പ്രശ്നങ്ങളൊന്നും പറയാനില്ല. അടുത്തതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ MediaTekൻ്റെ Dimensity 6020 എന്ന 5G പ്രോസസ്സറാണ് ഫോണിൽ വന്നിട്ടുള്ളത്. Octa Core 2.2 GHz സ്പീഡിൽ വർക്ക് ചെയ്യുന്ന പ്രോസസ്സറാണ്. 7 nm പ്രോസസ്സറാണ്.
GPU വന്നിട്ട് മാലി G57MC2 എന്ന GPU ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു പ്രൊസസ്സറിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചാൽ ഇത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ചെറിയ അളവിലുള്ള ബാറ്ററി പവർ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ബാറ്ററി ബാക്കപ്പ് കുറച്ച് കൂടി കിട്ടും. അതുപോലെ തന്നെ ഹീറ്റിംഗ് ഇഷ്യൂ കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവായിരിക്കും. ഈ പ്രൊസസ്സറിൻ്റെ മുകളിൽ വരുന്ന മറ്റൊരു പ്രൊസസ്സറാണ് മീഡിയാടെക്കിൻ്റെ 7020. അത് വെച്ച് വരുന്ന ഒരു ഫോൺ നമ്മൾ ഇതിനു മുമ്പ് റിവ്യൂ ചെയ്തിട്ടുണ്ട്, മോട്ടോയുടെ Moto G54 5G. ആ ഫോണിൽ 6000 mAh ബാറ്ററി വരുന്നുണ്ട്. ആ ബാറ്ററി വെച്ച് ആ ഫോണിന് കിട്ടുന്ന അത്രയും ബാറ്ററി ബാക്കപ്പ് ഈ ഫോണിൽ നമുക്ക് 5000 mAh ബാറ്ററി വെച്ച് കിട്ടും. അതാണ് ഈ ഒരു പ്രൊസസ്സറിൻ്റെ അഡ്വാൻറ്റേജ്. ഹീറ്റിംഗ് ഇഷ്യൂ ഈ ഫോണിൽ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാം. ഞാൻ ഈ ഫോണിൽ 5G ഓൺ ചെയ്ത് ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്ത് വേറെ ഒരു ഡിവൈസും കണക്ട് ചെയ്ത് 2 ഡിവൈസും അറ്റ് എ ടൈം കുറേ സമയം യൂസ് ചെയ്ത് നോക്കിയതാണ്. ഹീറ്റിംഗ് ഒരു ഇഷ്യൂ ആയിട്ട് ഈ ഫോണിൽ ഞാൻ കണ്ടിട്ടില്ല. ചാർജ് ചെയ്യുന്ന സമയത്ത് ഫോണിൽ കളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു ഹീറ്റിംഗ് വരുന്നുണ്ട്. അതല്ലാതെ നോർമൽ യൂസിങ്ങിൽ ഈ ഫോണിന് ഹീറ്റിംഗ് ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നില്ല. സാധാരണ എല്ലാ ഫോണിലും വരുന്ന പോലെ റാം എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഫോണിലും വരുന്നുണ്ട്. അതായത് നമുക്ക് ഇൻബിൽഡായിട്ട് അവർ തന്നിട്ടുള്ള റാമിനെ കൂടാതെ നമുക്ക് ഇൻറ്റേർണൽ സ്റ്റോറേജിൽ നിന്നും കുറച്ചെടുത്തുകൊണ്ട് റാമാക്കി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. 4GB റാമിൻ്റെ പെർഫോമൻസ് ഒരിക്കലും എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് വരുന്ന 8GB റാമിന് കിട്ടില്ല. കാരണം റാം എന്ന് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറിയാണ്. 4GB റാമാണ് എന്നുണ്ടെങ്കിൽ 4GBയുടെ ഡാറ്റ ഒറ്റയടിക്ക് വിത്തിൻ സെക്കൻഡ്സ് അതിലേക്ക് കയറ്റാനും അതിൽ നിന്ന് ഇറക്കാനും സാധിക്കും. അത്രയും ഫാസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്ന സംഭവമാണ് റാം എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ പലപ്പോഴും ഫയലുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യുമ്പോഴോ കോപ്പി ചെയ്യുമ്പോഴൊക്കെ ഇതിൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ ഒരു പെർഫോമൻസുള്ള സാധനത്തിനെ റാമാക്കി എക്സ്പാൻഡ് ചെയ്തതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും വരാനില്ല. നമുക്കിപ്പോൾ ഗെയിം കളിക്കുമ്പോൾ 4GBയുടെ ഒരു റാം ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇൻറ്റേർണലായിട്ട് 4GB തന്നെ വേണം. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നമ്മുടെ ഫോണിൽ ഇൻബിൽഡായിട്ട് വന്നിട്ടുള്ള റാം മാത്രമേ നമുക്കുണ്ടാവുകയുള്ളൂ. വരത്തന്മാരൊക്കെ കൈയും കെട്ടി നോക്കി നിൽക്കും. അപ്പോൾ അതാണ് അതിൻ്റെ അവസ്ഥ. അപ്പോൾ അത് കണ്ടുകൊണ്ട് ആരും റാം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് എത്ര GB റാം വേണോ അത്രയും GB റാമുള്ള ഫോൺ തന്നെ യൂസ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്ത് അത്ര ആക്കാമല്ലോ എന്ന് കരുതി ആരും റാം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ആൻഡ്രോയിഡ് വേർഷൻ 13 സാധനം വരുന്നത്. അതുപോലെ തന്നെ Funtouch OS 13 വരുന്നത്. അത്യാവശ്യം ഒരു 7-8 ആപ്ലിക്കേഷൻ നമുക്ക് ആവശ്യമില്ലാത്തത് കുത്തിക്കയറ്റി തന്നിട്ടുണ്ട്. സാധാരണ വിവോ, ഒപ്പോ, റെഡ്മി കമ്പനികളൊക്കെ ചെയ്യുന്ന പരിപാടി തന്നെയാണ്. മറ്റുള്ള കമ്പനികളുടെ അടുത്ത് നിന്നും പൈസ വാങ്ങി അവരുടെ ആപ്ലിക്കേഷൻ നമുക്ക് കുത്തിക്കയറ്റി തരാം. ഇതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ നമുക്ക് നോക്കിയിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഡുവൽ ബാൻഡ് വൈഫൈ വരുന്നുണ്ട് 2.4 GHz പ്ലസ് 5 GHz. അതുപോലെ ബ്ലൂടൂത്ത് വേർഷൻ വരുന്നത് 5.1 ആണ്. അത്യാവശ്യം 5G ബാൻഡുകളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. സെൻസറുകൾ നോക്കുകയാണെങ്കിൽ ഫിംഗർ പ്രിൻറ്റ്, ആക്സലറോമീറ്റർ, പ്രോക്സിമിറ്റി, കോമ്പസ് സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സാധാരണ കൊടുക്കാറില്ല ചില കമ്പനികൾ. ഇതിൽ കോമ്പസ് വന്നിട്ടുണ്ട്. സാംസങ് ഒന്നും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കോമ്പസ് സെൻസർ കൊടുക്കാറില്ല. ഫിംഗർ പ്രിൻറ്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് തന്നെയാണ്. ഒരു പ്രശ്നവും ഫിംഗർ പ്രിൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പറയാനില്ല. NFC വരുന്നില്ല. NFC സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇന്ത്യയിൽ കൊടുക്കാറില്ല സാധാരണ. പിന്നീട് നോക്കുകയാണെങ്കിൽ മദർ ബോർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല മദർ ബോർഡ് തന്നെയാണ് വിവോയുടേത് സാധാരണ വരാറുള്ളത്. ചില ഫോണുകൾക്ക് മദർ ബോർഡ് അടിച്ചു പോകുന്ന കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അങ്ങനത്തെ ഉള്ള കംപ്ലൈൻറ്റുകൾ വിവോയുടെ മദർ ബോർഡിന് വരാൻ ചാൻസ് കുറവാണ്. ഗെയിമിങ്ങിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം നോർമലായിട്ടുള്ള ഗെയിമുകളൊക്കെ നമുക്ക് ഇതിൽ കളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഹൈ എൻഡ് മോഡിൽ ഇട്ടൊന്നും നമുക്ക് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ബിക്കോസ് ദിസ് ഇസ് നോട്ട് എ ഗെയിമിംഗ് ഫോൺ. ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഇറക്കിയ ഫോണല്ല, ഒരു നോർമൽ യൂസിന് വേണ്ടിയിട്ട് ഇറക്കിയ അത്യാവശ്യം ഡേ ടു ഡേ ലൈഫിലെ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറക്കിയ ആ ഒരു സ്പെക്കിലുള്ള ഫോണാണ്. എന്നിരുന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഗെയിം കളിക്കാം. 5G പ്രൊസസ്സറാണ് എന്നുണ്ടെങ്കിലും നിങ്ങളൊരു ഹാർഡ് കോർ ഗെയിമറൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ വല്ല ഫോണും ചൂസ് ചെയ്യുക. പെർഫോമൻസ് വൈസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പൊതുവേ ഇത്ര പെർഫോമൻസിനുള്ള പ്രൊസസ്സർ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഏരിയ ഓക്കെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അതായത് 12,000-13,000 പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പെർഫോമൻസ് ഓക്കെയാണ്. അടുത്തതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ബാറ്ററി നോക്കുകയാണെങ്കിൽ 5000 mAh ലിഥിയം പോളിമർ ബാറ്ററിയാണ് ഫോണിൽ വന്നിട്ടുള്ളത്. 18 വാൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ വന്നിട്ടുണ്ട്. 18 വാൾട്ട് എന്നത് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. കാരണം ഇതൊക്കെ കുറേ മുമ്പേ ഇറങ്ങിയ സെറ്റപ്പാണ്. ഇവന്മാർ എന്തുകൊണ്ടാണ് ഇതിലേക്ക് 18 വാട്ടിൽ കൂടുതലുള്ള സെറ്റപ്പ് കൊണ്ടുവരാത്തതെന്ന് ചോദിച്ചാൽ അവന്മാരുടെ തന്നെ വില കൂടിയ ഫോണുകളുണ്ട്. അത് വിറ്റ് പോകണം എന്നുണ്ടെങ്കിൽ ആ ഒരു സെറ്റപ്പ് ഒരിക്കലും ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നോക്കത്തില്ല. അതുകൊണ്ടാണ് ഇതിലേക്ക് 18 വാൾട്ട് എന്ന് പറയുന്നത് 9 വാൾട്ട് 2 ആമ്പിയർ. ഈ ഒരു സെറ്റപ്പ് എത്രയോ മുമ്പുള്ള ചാർജറിൻ്റെ ഉള്ളതാണ്. ഇത് വെച്ച് ഈ 5000 mAh ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം 2 മണിക്കൂർ ടു 2.25 മണിക്കൂർ വരെ എടുക്കുന്നുണ്ട് 0 to 100% ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് എന്നത് സെറ്റാണ്. കാരണം ഈ ഒരു പ്രൊസസ്സർ വരുന്നതുകൊണ്ട് തന്നെ പ്രൊസസ്സർ വളരെ കുറഞ്ഞ ചാർജ് മാത്രമേ കൺസ്യൂം ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ
ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നം പറയാനില്ല. ടൈപ്പ് സി ചാർജിങ് പോർട്ടൊക്കെ വരുന്നുണ്ട്. ഒന്നുകൂടി നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് സെറ്റപ്പ് വന്നിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. ഇത്രയാണ് ബാറ്ററിയുടെ ഏരിയ പറയാനുള്ളത്. അടുത്തതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ക്യാമറ വരുന്നത് 50 MB പ്രൈമറി ക്യാമറ f1.8 അപ്പേച്ചറിലാണ് വരുന്നത്. സെക്കൻഡറി ക്യാമറ വരുന്നത് 2 MP. ഫ്രണ്ട് ക്യാമറ വരുന്നത് 8 MP ആണ്. f2 അപ്പേച്ചറിലാണ് സാധനം വന്നിട്ടുള്ളത്. കുറച്ച് വൈഡ് ആയിട്ടുള്ള ഒരു അപ്പേച്ചർ വാല്യൂ ആണ് വന്നിട്ടുള്ളത്. വീഡിയോ 1080 60 ഫ്രെയിം പെർ സെക്കൻഡ് വരെ മാക്സിമം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. 4K ഒന്നും ഈ ഫോണിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. സാധാരണ ക്യാമറ സെറ്റിംഗ്സിൽ വരാറുള്ള ഓപ്ഷൻസ് എല്ലാം ഈ ഫോണിൽ വന്നിട്ടുണ്ട്. ഒരു ആവറേജ് ക്യാമറ പെർഫോമൻസ് ആണ്. ഇതിൽ എടുത്ത കുറച്ച് സാമ്പിൾസ് ഒന്ന് കണ്ടു നോക്കാം. ഈ രീതിയിലുള്ള ഒരു ഔട്ട് ആണ് നമുക്ക് ക്യാമറയിൽ നിന്നും കിട്ടുന്നത്. ഈ കാണുന്ന ഫോട്ടോസ് എല്ലാം ഞാൻ ഇതിൻ്റെ മാക്സിമം ക്യാമറ പെർഫോമൻസ് പുറത്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലൈറ്റിംഗ് കണ്ടീഷനിൽ എടുത്ത ഫോട്ടോസാണ്. ഈ രീതിയിലുള്ള ഒരു ലൈറ്റിംഗ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പെർഫോമൻസ് നമുക്ക് ക്യാമറയിൽ നിന്നും കിട്ടാൻ പോകുന്നില്ല. ഫ്രണ്ട് ക്യാമറ ഒരു 16 MP എങ്കിലും വന്നിരുന്നെങ്കിൽ ഒന്നുകൂടി നന്നായിരുന്നു. അടുത്തതായിട്ട് നമ്മളിതിൻ്റെ വീഡിയോ ക്വാളിറ്റിയാണ് കാണാൻ പോകുന്നത്. വീഡിയോയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നോർമലായിട്ട് കിടക്കുന്ന വീഡിയോസ് വലിയ പ്രശ്നമില്ല. പക്ഷേ നമ്മൾ നടന്നുകൊണ്ട് എടുക്കുന്ന വീഡിയോസിന് സ്റ്റെബിലിറ്റിയുടെ നല്ല പ്രശ്നം വരുന്നുണ്ട്. ഇതാണ് ഈ ഫോണിൻ്റെ വീഡിയോ ക്വാളിറ്റി. വീഡിയോ പ്ലസ് ഓഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഈ ഫോൺ ഉപയോഗിച്ച് തന്നെയാണ്. 1080 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റെബിലിറ്റിയും നിങ്ങൾക്കിത് കണ്ട് മനസ്സിലാക്കാം. ഇതാണ് ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ വീഡിയോ ക്വാളിറ്റി. ക്യാമറയുടെ ഓവർവ്യൂ പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാമറ സെറ്റപ്പാണ് വന്നിട്ടുള്ളത്. എന്നിരുന്നാലും നിങ്ങൾ മെയിനായിട്ട് ക്യാമറ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫോണാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഫോൺ ചൂസ് ചെയ്യരുത്. ഒരു ബേസിക് സെറ്റപ്പ് മാത്രമേ ഈ ഫോണിൽ വരുന്നുള്ളൂ. വലിയ പ്രശ്നമായിട്ട് പറയാനില്ല. എന്നുണ്ടെങ്കിലും ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഐറ്റംസ് പരിപാടികൾക്ക് ഈ ക്യാമറ മാച്ച് ആവത്തില്ല. ഈ കണ്ട ഫോട്ടോസിൻ്റെയും വീഡിയോസിൻ്റെയും കൂടാതെ ഞാനെടുത്ത മറ്റു പല ഫോട്ടോസിൻ്റെയും വീഡിയോസിൻ്റെയും എല്ലാം ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒറിജിനൽ കണ്ടൻറ്റ് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് സൗണ്ട് ക്വാളിറ്റി. ഈ രീതിയിലുള്ള ഒരു സൗണ്ട് ക്വാളിറ്റിയാണ് വരുന്നത്. പ്രശ്നങ്ങളൊന്നും പറയാനില്ല. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് സാധാരണ കിട്ടാറുള്ള രീതിയിലുള്ള ആ ഒരു സൗണ്ട് ക്വാളിറ്റി തന്നെ ഇതിലും വന്നിട്ടുണ്ട്. ഡ്യുവൽ സ്പീക്കേഴ്സൊന്നും വന്നിട്ടില്ല. സിംഗിൾ സ്പീക്കർ മാത്രമേ വന്നിട്ടുള്ളൂ. അത്യാവശ്യം ഓക്കെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി കിട്ടുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിൻ്റെ ഫൈനൽ ഒപ്പീനിയനാണ് പറയാൻ പോകുന്നത്. ഫൈനൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇതിൻ്റെ 4 GB റാമോ അല്ലെങ്കിൽ 6 GB റാമോ മാത്രമേ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. കാരണം 12,000-13,000 രൂപയ്ക്ക് ഇത് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. നേരെ മറിച്ച് 15,000 രൂപയ്ക്ക് 8 GB റാം എടുക്കുകയാണെങ്കിൽ അതിലും നല്ല വേറെയും ഓപ്ഷനുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് കുറഞ്ഞ 2 വേരിയൻറ്റുകളിൽ ഏതെങ്കിലും ഒന്നാണ് എടുക്കുന്നത് നല്ലത്. 12,000-13,000 രൂപയ്ക്ക് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു 5G ഫോൺ ആണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്കിത് ചൂസ് ചെയ്യാവുന്നതാണ്. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ച് വീക്ക് പെർഫോമൻസ് ആണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ക്യാമറയുടെ വലിയൊരു യൂസിങ് വരുന്നില്ല എന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ വലിയൊരു ഗെയിമർ അല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഫോൺ ചൂസ് ചെയ്യാം. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഫൈനൽ ഒപ്പീനിയൻ പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.